ജോർജിയയിലെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാണ് ഈ കാണുന്ന സിൻഡ് വാലി ഡാം. 1974-നും 1986-നും ഇടയിലാണ് ഈ സിൻഡ് വാലി ഡാം നിർമ്മിച്ചത്. ടിബിലിസിലെ കോക്കസ് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സിൻഡ് വാലി ഡാം ജോർജിയയിലെ പ്രധാന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അണക്കെട്ടും കൂടിയാണ്. ഈ അണക്കെട്ടിന് 102 മീറ്റർ ഉയരവും 415 അടി വീതിയാണ് ഉള്ളത്. ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റിനെയും ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച ഒരുക്കിയാണ് ഈ ഡാം സ്വീകരിക്കുന്നത്. ഇവിടെ അണക്കെട്ടിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതിലൊന്നാണ് ഈ അണക്കെട്ട് കോൺക്രീറ്റ് ആൻഡ് ആർച്ച് ഗ്രാവിറ്റി അണക്കെട്ടാണ്. ഈ ഡാമിന് 130 മെഗാവാട്ട് വൈദ്യുതി സംഭരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ബ്ലോഗറായ അജി ഈ ഡാമിനെ കുറിച്ച് ഒന്ന് വിവരിക്കുന്നുണ്ട്. നമസ്കാരമുണ്ട്. ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കാൻ പറ്റും. ആ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സുവർണ്ണ നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ജോർജിയയിൽ 2ാം ദിവസമാണ് ജോർജിയയിൽ. ഇന്നലെ തിരുവനന്തപുരം മൊത്തം നമ്മൾ നോക്കിയിട്ടുണ്ട്. കിടിലം ഡാമിൽ എത്തിയിരിക്കുകയാണ്. സിംബാലി ഡാമിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി ഓർമ്മയുള്ള കാഴ്ചകളും മനോഹരമായ പതാകങ്ങളും ഒക്കെയാണ്. എല്ലാവരെയും ഞങ്ങൾ സാധാരണമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഒരിക്കൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും 520 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം ശേഷിക്കാനുള്ള കപ്പാസിറ്റി ഈ റിസർവർ ഡാമിനുണ്ട്. ജോർജിയയുടെ ഊർജ മേഖലയിൽ ഈ അണക്കെട്ട് നിർണായക പങ്കാണ് വഹിക്കുന്നത്. രാജ്യത്തിന്റെ ജലവൈദ്യുതിയുടെ ഗണ്യമായ ഒരു ഭാഗം ഇവിടെ നിന്നാണ്. ഒരുപാട് ടൂറിസ്റ്റുകാർ ദിനംപ്രതി ഈ ഡാം കാണാൻ ഡെയിലി വരാറുണ്ട്. ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ കൃഷിയെ ആശ്രയിച്ചും അതേപോലെ തന്നെ ചെറു വ്യവസായങ്ങളെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും നമ്മൾ പോയ സമയത്ത് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ 10ന്റെ താഴെ മാത്രമാണ് അവിടെ ടെമ്പറേച്ചർ ഉള്ളത്. അത് കാരണം എല്ലാവരും കോട്ടിട്ടിട്ടാണ് വെളിയിൽ ഇറങ്ങുന്നത്. ഇവിടെയുള്ളവർക്ക് മത്സ്യബന്ധനവും വരുന്ന ടൂറിസ്റ്റുകൾക്ക് ബോട്ടിംഗ് സർവീസും ഡാമിന്റെ ചില ഭാഗത്ത് കണ്ടിട്ടുണ്ട്. ജോർജിയയിലെ ആരോഗ്യ നദിയുടെ നീരൊഴുക്ക് നിയന്ത്രിക്കാനും വെള്ളപ്പൊക്കം തടയാനും സ്ഥിരമായ ജലവിതരണം ഉറപ്പാക്കാനും ഈ അണക്കെട്ട് സഹായകരമാകുന്നു. സങ്കീർണമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതിലും നിർമ്മിക്കുന്നതിലും ജോർജിയയുടെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നാണ് ഇത്. നമ്മുടെ ഈ ട്രിപ്പ് ഏജൻസി വഴിയായതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും ചിലപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ 1 മണിക്കൂർ മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാർ ഡാം കാണാൻ വരുന്നുണ്ട്, എല്ലാവരും വന്ന് നോക്കി പോകുന്നുണ്ട്. പക്ഷെ ആരും ഡാമിന്റെ ഭംഗി ആസ്വദിക്കുന്നതായിട്ട് എൻ്റെ കണ്ണിൽ കണ്ടില്ല. എടുക്കുന്ന ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടാനുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് ഇതിനെ എല്ലാവരും കാണുന്നത്. കണ്ണുകൊണ്ട് ആരും ആസ്വദിക്കുന്നത് ഞാൻ കണ്ടില്ല.